നമ്മൾ സീക്വൻസസിന്റെ ചാപ്റ്റർ ലിമിറ്റിന്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ സെഷനിൽ ചെയ്ത പ്രോബ്ലംസ് ഒന്ന് നോക്കിയാൽ അറിയാം. അതിൽ ഷോ ദാറ്റ് സംതിങ് കൺവേർജസ് ടു സം നമ്പർ, ഷോ ദാറ്റ് സീക്വൻസ് 1/n ടെൻസ് ടു 0, അല്ലെങ്കിൽ ഷോ ദാറ്റ് ഇനി ഒരു സീക്വൻസ് n പറഞ്ഞിട്ട് ഇറ്റ് കൺവേർജസ് ടു സം നമ്പർ എൽ എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളവിടെ ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തത് ഡെഫിനിഷൻ ഓഫ് ദ സീക്വൻസ് ആണ്. നമ്മളൊരു എപ്സിലോൺ എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്തതെന്ന് ഓർക്കണ്ടോ? ഒരു എപ്സിലോൺ എടുക്കുന്നു, എന്നിട്ട് വി കൺസിഡർ മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് എൽ, എന്നിട്ട് ഇത് നമ്മൾ എഴുതിയിട്ട് വി മേക്ക് ഇറ്റ് ലെസ് ദാൻ എപ്സിലോൺ for all n greater than or equal to m. We find a stage m, we find a positive integer m such that from the mth term onwards the terms of the sequence lies in the epsilon neighborhood of this number l. So the number l was given in the problem. l നെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. സീക്വൻസ് 1/n കുറഞ്ഞു 0യിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഒരു ഇന്റലക്ച്വൽ ഗസ് ആദ്യം എടുത്തിട്ടാണ്, ലിമിറ്റ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഗസ് ചെയ്തിട്ടാണ് വി ട്രൈ ടു പ്രൂവ് ഇറ്റ് കൺവേർജസ് ടു ദാറ്റ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എൽ എന്നുള്ള നമ്പറിനെ പറ്റി ഓൾറെഡി നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ജനറലി ഒരു സീക്വൻസ് വരുമ്പോഴത്തേക്കും അതിന്റെ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാണ്ട് നമ്മൾ സീക്വൻസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എൽ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച്, ലിമിറ്റിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ലിമിറ്റ് എന്താണെന്ന് നമ്മൾ അറിയാണ്ടാണ് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ലിമിറ്റ് എന്താണെന്ന് അറിയാത്ത ഒരു പ്രോബ്ലത്തിൽ ഒരു കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അത് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല, അത് കൺവേർജന്റ് ആണോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ലിമിറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതെ നമ്മളൊരു പ്രോബ്ലം, ഒരു സീക്വൻസ് കൺവേർജന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡെഫിനിഷൻ റിക്വയേഴ്സ് ദ നമ്പർ എൽ, ആൻഡ് ആ എല്ലിന്റെ എപ്സിലോൺ നൈബർഹുഡിൽ വരാനുള്ള എം ടെയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസിൽ ചെയ്യുന്നത്. ഇനി ലിമിറ്റിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത കേസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന, ഇപ്പൊ നമുക്കറിയാവുന്ന തിയറംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ചെയ്യാവുന്നത് സീക്വൻസ് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ നോക്കാം. സീക്വൻസ് അൺബൗണ്ടഡ് ആണെങ്കിൽ ദ സീക്വൻസ് ഇസ് divergent. So unboundedness is a sufficient condition for the divergence of the sequence. Otherwise unbounded അല്ല, സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാവുന്ന, ബൗണ്ടഡ് ആണെങ്കിൽ നമുക്കൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, സീക്വൻസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണില്ല ബൗണ്ടഡ്നെസ്സിൽ നിന്ന്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് മൊണോട്ടോൺ ആണോ നോക്കാണ്. സീക്വൻസ് മൊണോട്ടോൺ ആണെങ്കിൽ ബൗണ്ടഡ്നെസ് ഇസ് ഇനഫ്, it is sufficient for concluding the sequence is convergent. Okay, അതല്ലാതെ നമുക്ക് വേറെ ലിമിറ്റിനെ പറ്റിയുള്ള അറിയാണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ലിമിറ്റിനെ പറ്റി അറിയാണ്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന തിയറം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ലിമിറ്റിനെ കുറിച്ച് പറയാത്ത കൺവേർജൻസിനെ പറ്റി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറം എന്ന് പറയുന്നത് മൊണോട്ടോൺ കൺവേർജൻസ് തിയറാണ്. ബാക്കി എല്ലാത്തിലും ഇപ്പൊ സബ്സീക്വൻസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സബ്സീക്വൻസസിന്റെ എവറി സബ്സീക്വൻസ് കൺവേർജസ് ടു എ പെർട്ടിക്കുലർ നമ്പർ, ലിമിറ്റ് അറിയണം. Every subsequence converges to some same limit L ആണെങ്കിൽ we can conclude that by that theorem you can conclude that parent sequence is convergent. അപ്പോൾ ലിമിറ്റിനെ പറ്റി പറയാണ്ട് തന്നെ സീക്വൻസ് കൺവേർജന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് കോഷി ക്രൈറ്റീരിയൻ. കോഷി ക്രൈറ്റീരിയൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഒരു സീക്വൻസിൽ കൺവേർജന്റ് ആണോ കൺവേർജന്റ് അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സീക്വൻസിന്റെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. സീക്വൻസിന്റെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അൾട്ടിമേറ്റ്ലി ടെൻഡിങ് ടു 0 ആണെങ്കിൽ, അതായത് ആദ്യത്തെ കുറെ ടേംസിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, സീക്വൻസസിന്റെ ടേംസ് തമ്മിൽ ആദ്യമുള്ള ഫൈനൈറ്റ്ലി മെനി ടേംസിൽ വളരെ അകലത്തിലായിരുന്നാലും അൾട്ടിമേറ്റ്ലി, അതായത് ആഫ്റ്റർ എ finite number of terms, if the distance between the terms of the sequence tends to 0, you can conclude that the sequence is convergent. That is the condition called Cauchy criterion, and such a sequence in which the distance between the terms tends to 0 as n goes to infinity is known as a Cauchy sequence. ഓക്കെ, അപ്പോൾ കോഷി സീക്വൻസ് എല്ലാം കൺവേർജന്റ് ആണ്, ആൻഡ് എവറി കൺവേർജന്റ് സീക്വൻസ് ഇസ് കോഷി എന്ന് പറയുന്ന റിയൽ സീക്വൻസിന്റെ കേസിൽ കൺവേർജൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോഷി, that necessary and sufficient condition is known as the Cauchy's general principle of convergence of a real sequence. Okay.
അപ്പോൾ ഒരു സീക്വൻസ്, ഒരു റിയൽ സീക്വൻസ് കോഷി ആണ് എന്ന് പറഞ്ഞാൽ, കോഷി സീക്വൻസ് എന്ന് പറയും. കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആ സീക്വൻസിന്റെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അൾട്ടിമേറ്റ്ലി ടെൻസ് ടു 0 എന്നാണ് മീനിങ്. എന്താണ്? A sequence, a real sequence is said to be a Cauchy sequence named after the mathematician Cauchy. Cauchy sequence എന്ന് പറയണമെങ്കിൽ ഒരു sequence Sn is said to be a Cauchy sequence if the distance between the terms of the sequence, if the distance between the terms of the sequence is ultimately tending to 0. The terms of sequence Sn converges to 0. Okay. എന്ന് വെച്ചാൽ converges to 0. Distance between the terms converges to 0 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ഈ സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇഫ് യു ഹാവ് എ സീക്വൻസ് Sn, say sequence S1, S2, S3, etc. ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കുകയാണ്. ഈ സീക്വൻസിലെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ S1ഉം S3യും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ S1ഉം S5ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ S2ഉം S4ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ ടേംസ് SM1 and SM2 അങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലേ, അല്ലെങ്കിൽ SN and SM അങ്ങനെ എഴുതിയാലും മതി. SN and SM, distance between SN and SM, this. Okay, this tends to 0 as N and M tends to infinity. ഇതാണ് അതിന്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? N-ഉം M-ഉം as N and M becomes larger and larger, the distance between Sn and Sm tends to 0 എന്ന് പറഞ്ഞാൽ by definition of convergence അല്ലെങ്കിൽ by definition of limit of a sequence corresponding to every epsilon neighborhood of 0, we can find out a stage, say ഇപ്പോൾ ഇവിടെ M പറയാൻ പറ്റില്ല, say capital N, such that capital N എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടാവുമെങ്കിൽ ഞാനത് N1 എഴുതാം. ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ SN1 മൈനസ് SN2 എന്ന് എഴുതാം കേട്ടോ. സോ ദിസ് ഈസ് അവർ definition for Cauchy sequence. SN1 minus SN2 tends to 0 as N1 and N2 tend to 0. So by definition, tend to infinity. By definition, corresponding to every epsilon greater than 0, there exists epsilon neighborhood of 0 consider. There exists a stage M such that after this stage, the distance between the terms of the sequence, any arbitrary terms of the sequence, the distance is less than epsilon. That means modulus of Sn1 minus Sn2, the distance between the terms n1th term and n2th term, is less than epsilon. It lies in the epsilon neighborhood of 0 for all n1 and n2 greater than or equal to m. Okay, greater than or equal to m. ഇനി ഇതിന് ഇങ്ങനെ പറയണതിനോട് ഇക്വിവാലൻ്റ് ആണ് വേറൊരു രീതിയിലും കൂടെ എനിക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. mth ടേമിന് ശേഷമുള്ള ഏത് രണ്ട് ടേം എടുത്താലും സീക്വൻസ് എസ്എന്നിലെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒക്കെ കുഴപ്പമില്ല, ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാം. mth ടേമിന് ശേഷമുള്ള സീക്വൻസിലെ എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഏത് രണ്ട് ടേംസ് ഓഫ് ദ സീക്വൻസ് എടുത്താലും ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഇത്ര അടുത്തടുത്തേക്ക് വരും, സീക്വൻസിലെ ടേംസ് അടുത്തടുത്തേക്ക് വരും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് എപ്സിലോൺ എങ്കിൽ. അത് കഴിഞ്ഞിട്ടുള്ള സീക്വൻസിലെ ടേംസ് മൊത്തം ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറഞ്ഞാൽ ആ ടേംസ് മൊത്തം ഒരു പർട്ടിക്കുലർ നമ്പറിൻ്റെ എപ്സിലോൺ നൈബർഹുഡിലായിരിക്കും കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് പ്രൂവ് ചെയ്യാം. അതായത് ഇത് കൺവേർജൻ്റ് ആണ്, എവറി കോഷി സീക്വൻസ് ഇസ് കൺവേർജൻ്റ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് മാത്രം.
ഇതിൻ്റെ ഈ സ്റ്റേജിന് ശേഷമുള്ള ഏതൊക്കെ ടേം എടുത്താലും ആ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷനോട് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് വേറൊരു തരത്തിലും കൂടെ ഇതിനെ എഴുതാം. അതായത് ഈ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം ഒന്ന് നോക്കിക്കേ. mth ടേമിന് ശേഷമുള്ള സീക്വൻസിലെ എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ ഈ എഴുതിയേക്കുന്ന കണ്ടീഷൻ സ്റ്റാർ എന്ന് പറയുന്ന ഇനീക്വാലിറ്റി is equivalent to that is if and only if mth ടേം അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും m+1th ടേമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. mth ടേമും അത് കഴിഞ്ഞിട്ടുള്ള m+2th ടേമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. mth ടേമും അത് കഴിഞ്ഞിട്ടുള്ള m+3th ടേമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതായത് mth ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ ഓൾ n greater than or equal to m. ഓക്കെ, തീർന്നില്ല. m+1th ടേമും mth ടേമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ടേമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. m+1th ടേമും അത് കഴിഞ്ഞിട്ടുള്ള m+3th ടേമും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അങ്ങനെ m+1th ടേമും m+1th ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേമും. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാണ്? sm+2 m+3 എക്സെട്ര sm+p is less than epsilon for all p greater than or equal to 1. ഇല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതിയാലും കുഴപ്പമില്ല. കാരണം m+1 m+1th ടേം തമ്മിൽ ഒക്കെ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതിനെയും അങ്ങനെ എഴുതാം. sm മൈനസ് sm+p is less than epsilon for all p greater than or equal to 1. ഈ എഴുതിയേക്കണ ഇനീക്വാളിറ്റീനെ എനിക്ക് mth ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇനി m+2th ടേം ഇതിങ്ങനെ അല്ലെ എല്ലാ ടേമും mth ടേം കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും mth ടേം അത് കഴിഞ്ഞിട്ടുള്ള ടേംസും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇനി എവിടെയോ m+1 ഉണ്ടാവും, ആ ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അങ്ങനെ and so on. Proceeding like this, we can say that ഇത് m+2th ടേം അല്ലെ m+2th ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ m+2+p എനിക്കിവിടെ greater than or equal to 2. ഇവിടെ sm+p less than epsilon for all p greater than or equal to 3 and so on. ഇങ്ങനെ എഴുതാം. ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ 1 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് മുന്നത്തെ ഉള്ള ഇനീക്വാളിറ്റിയിൽ അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് തന്നെ എല്ലായിടത്തും എഴുതിയാലും സെയിം തന്നെയാണ്. sm+2 ബാക്കിയുള്ള ടേംസ് എല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ എപ്സിലോൺ തന്നെയാണ്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് തന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ എഴുതിയിരിക്കുന്ന ഇനീക്വാളിറ്റി അത് കഴിഞ്ഞിട്ടുള്ള ടേംസ് എന്ന് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നാലും ഇതെല്ലാം ട്രൂ ആണ്. അപ്പൊ ഇതെല്ലാത്തിനെയും കൂടി ഒരുമിച്ച് എനിക്ക് ഇങ്ങനെ എഴുതാം. അതായത് നോക്കിക്കേ, ഇതെല്ലാം കൂടി എന്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് ഒന്നും കൂടെ നോക്കിക്കേ. ആദ്യം എഴുതി mth ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. പിന്നെ പറഞ്ഞു m+1th ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അങ്ങനെ എല്ലാം എഴുതി. m+2th ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ആൻഡ് സോ ഓൺ. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് sn മൈനസ് ഇവിടെ m അല്ലേ മാറി വന്നേക്കുന്നത്. ഇവിടെ sm കഴിഞ്ഞു, രണ്ടാമത്തേൽ sm+1 പറഞ്ഞു, പിന്നെ sm+2 പറഞ്ഞു. അതായത് sn എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് എഴുതാം Sn and Sn plus p less than epsilon for all n greater than or equal to m. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടീഷൻ സ്റ്റാർ പ്രൂവ് ചെയ്യാം. തിരിച്ച് കണ്ടീഷൻ സ്റ്റാറിൽ നിന്ന് നമുക്ക് ഇതും പ്രൂവ് ചെയ്യാം.
ഇതും പ്രൂവ് ചെയ്യാം. ഞാനിതിനെ ഡബിൾ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഡബിൾ സ്റ്റാർ എന്ന് സ്റ്റാറും പ്രൂവ് ചെയ്യാം. കാരണം എന്താണ്, ഡബിൾ സ്റ്റാർ എന്നുള്ള ഇനീക്വാളിറ്റി എന്താ പറഞ്ഞിരിക്കണേ, mth ടേമിന് ശേഷമുള്ള ടേംസ്, അതായത് ഈ എഴുതിയിരിക്കുന്ന ഇനീക്വാളിറ്റീനെ എനിക്ക് ഇങ്ങനെ എഴുതാം, ഡബിൾ സ്റ്റാർ implies mth ടേം ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസ്. അപ്പൊ ഇതിവിടെ ഫോർ ഓൾ p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നും കൂടെ എഴുതണം അല്ലേ. അത് ഞാൻ എഴുതിയത് വിട്ടുപോയി. പിയുടെ വാല്യൂ എന്താണെന്ന് ഇവിടെ പറഞ്ഞില്ല. സോ ഹിയർ ആൻഡ് for every p greater than or equal to 1. So this is Sm and Sm plus p less than epsilon for all p greater than or equal to 1. Sm plus 1 and Sm plus 1 plus p less than epsilon for all p greater than or equal to 1. Sm plus 2 minus Sm plus 2 plus p less than epsilon for all p greater than or equal to 1 and so on. ഇതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ഒന്നും കൂടെ നോക്കിക്കേ. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ദിസ് മീൻസ് ഇൻഫിനിറ്റ്ലി മെനി ഇനീക്വാലിറ്റീസ്, ദാറ്റ് ഇസ് എസ് എമ്മും അത് കഴിഞ്ഞിട്ടുള്ള എസ് എം പ്ലസ് വണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. എസ് എമ്മും എസ് എം പ്ലസ് ടുവും തമ്മിൽ അല്ലെ പിയുടെ വാല്യൂ മാറുന്ന അനുസരിച്ചിട്ട് p equal to 1 ആവുമ്പോൾ this one, p equal to 2 ആവുമ്പോൾ this one, p equal to 3 ആവുമ്പോൾ sm plus 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് and so on. That means mth ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന ഇനീക്വാളിറ്റിയുടെ മീനിങ് എന്താണ്, m plus 1th ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇനീക്വാളിറ്റിയുടെ മീനിങ് എന്താ, m plus 2th ടേമും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതായത് എനിക്ക് പറയാം ദാറ്റ് ഈസ് mth ടേമിന് ശേഷം ഉള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ ഓൾ n1 ആൻഡ് n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m. mth ടേമിന് ശേഷമുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് പറയാം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ കണ്ടീഷൻ നമ്മൾ കൊടുത്ത സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ. സ്റ്റാർ എന്നുള്ള ഇനീക്വാളിറ്റി ഇത് തന്നെയായിരുന്നു. എന്തെന്നായിരുന്നു, there exists a stage m such that modulus of Sn1 minus Sn2 is less than epsilon for all n1 and n2 greater than or equal to m. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും ഇക്വലൻ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ദ ലോജിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഫോർ കോഷി സീക്വൻസ്. കോഷി സീക്വൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്, സീക്വൻസ് സെറ്റ് ടു ബി കോഷി if the distance between the terms of the sequence ultimately tend to 0. ആദ്യത്തെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ആഫ്റ്റർ എ സ്റ്റേജ് ഇറ്റ് ബിക്കംസ് സ്മോളർ ആൻഡ് സ്മോളർ ആൻഡ് സ്മോളർ. ആദ്യത്തെ ടേംസ് നമ്മൾ കൺവേർജൻസ് പറയുമ്പോൾ ആദ്യത്തെ കുറേ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി it tends to 0, it converges to 0. The distance between the terms of the sequence, if the distance between the terms of the sequence decreases to 0 or converges to 0 or tends to 0, we say that the sequence is Cauchy. So without knowing the possible limit of the sequence, without knowing the intellectual guess കൊടുക്കാണ്ട് അല്ലേ, ഒരു ലിമിറ്റിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് നമുക്ക് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യാൻ പോണേ, ഇത് ആസ് n becomes larger and larger we may not be able to find out the real number to which it converge. അത് അറിയാണ്ട് തന്നെ without knowing the limit of the sequence we can check a sequence whether a sequence is convergent or not. To check whether a sequence is convergent or not, we can use Cauchy criterion. അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, മീൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ല Cauchy criterion എന്താണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യും. വി വിൽ പ്രൂവ് ദാറ്റ് അതാണ് Cauchy കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു തിയറം. എവറി റിയൽ സീക്വൻസ്
is convergent if and only if it is Cauchy. ഇനി ഇതിനെ കുറെ പിന്നീട് ഫർദർ ആയിട്ട് നമ്മൾ MSc ഒക്കെ പോകുമ്പോൾ നമ്മൾ പഠിക്കും എന്താണ് അത് എല്ലാ സ്പേസിലും ഇങ്ങനെയാണോ, എന്തുകൊണ്ടാണ് റിയൽ സീക്വൻസസിൽ കൺവേർജൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോഷി എന്ന് വരുന്നത്. പിന്നീട് നമ്മൾ പഠിക്കും ഒരു സ്പേസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റിന്റെ മീനിങ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെട്രിക് സ്പേസസും ടോപ്പോളജി ഒക്കെ പഠിക്കുമ്പോൾ പിന്നീട് നമ്മൾ പഠിക്കും നോംഡ് ലീനിയർ സ്പേസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കും ഒരു സീക്വൻസ് ഒരു സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇഫ് എവറി കോഷി സീക്വൻസ് ഇൻ ദാറ്റ് സ്പേസ് ഇസ് കൺവേർജന്റ്. കോഷി സീക്വൻസസ് എല്ലാം കൺവേർജന്റ് ആണെങ്കിലാണ് നമ്മൾ സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയുക. അതൊക്കെ നമ്മൾ ഇനി പിന്നീട് പഠിക്കും, MSc ഒക്കെ പോകുമ്പോൾ പഠിക്കും. എല്ലാ സ്പേസിലും കൺവേർജന്റ് സീക്വൻസസ് ഒക്കെ കോഷി ആയിരിക്കും എന്ന് പഠിക്കും. അപ്പോൾ റിയൽ സീക്വൻസിന്റെ കേസിലാണെങ്കിലും കൺവേർജന്റ് സീക്വൻസ് കോഷി ആയിരിക്കും. ഏത് സ്പേസിലാണെങ്കിലും കൺവേർജന്റ് സീക്വൻസസ് കോഷി ആയിരിക്കും. നമ്മളത് പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് തിയർ അതാണ്. ആൻഡ് എല്ലാ സ്പേസിലും ഇല്ലാത്ത ഒരു കാര്യമാണ് കോഷി സീക്വൻസസ് ആർ എവറി കോഷി സീക്വൻസസ് കൺവേർജന്റ്. അത് എപ്പോഴും ട്രൂ അല്ല. എല്ലാ ടോപ്പോളജിക്കൽ സ്പേസിലും അല്ലെങ്കിൽ എല്ലാ മെട്രിക് സ്പേസിലും അത് ട്രൂ അല്ല, എവറി കോഷി സീക്വൻസസ് കൺവേർജന്റ് എന്നുള്ളത്. അപ്പോൾ അത് റിയൽ നമ്പേഴ്സിന്റെ സ്പേസിൽ അത് ട്രൂ ആണ്. റിയൽ നമ്പേഴ്സിന്റെ റിയൽ സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം Cauchy criterion is a necessary and sufficient condition for the convergence of a real sequence. That theorem is known as Cauchy criterion or Cauchy's general principle of convergence of real sequences. അതാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ഒരു Cauchy സീക്വൻസ് എന്താണെന്ന് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. A real sequence is said to be Cauchy അല്ലെങ്കിൽ said to be a Cauchy sequence or a Cauchy sequence if the distance between the terms of the sequence tends to 0 and it converges to 0. ഇതിനെ തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ എന്ത് പറയാം? ദാറ്റ് ഈസ് I can say for every epsilon greater than 0 there exists a stage m such that the distance between the terms Sn1 and Sn2 is less than epsilon after the mth term for all n1 and n2 greater than or equal to m. Equivalently, we can say that ഈ കണ്ടീഷനോട് equivalent ആണ് to say for every epsilon greater than 0 there exists a positive integer m such that the distance between mth term and the terms after that. Okay, mth term എന്ന് പറയാം ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യാം അല്ലേ. nth term for all n greater than or equal to m എന്ന് എഴുതിയാൽ മതി. Sn minus Sn plus p. നിങ്ങൾക്ക് Sn minus Sn plus p എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എഴുതാൻ തോന്നുന്നത് Sn plus p minus Sn എന്നായിരിക്കും അല്ലേ. കാരണം കഴിഞ്ഞിട്ടുള്ള ടേം വലിയ Sn plus p ആയിരിക്കും അല്ലേ എന്നതിനേക്കാളും വലുത്. അപ്പം ഇങ്ങനെ എഴുതാം Sn plus p minus Sn. Both are the same since we are taking the modulus. It's less than epsilon for all n greater than or equal to mth term തുടങ്ങി എല്ലാ ടേമിനും ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ പിന്റെ വാല്യൂ എന്താണ്? ഫോർ എവറി പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Okay, here for every n1 and n2 greater than or equal to m, here for every p greater than or equal to 1. Okay, so this is the definition for Cauchy sequence. Okay. നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സീക്വൻസ് Sn is equal to
sequence 1 by n. Test the convergence of a sequence on a sequence. അപ്പോൾ ഇത് കൺവേർജസ് ടു 0 ആണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കേട്ടോ. ഒരു സീക്വൻസ് തന്നേക്കാണ്. സീക്വൻസിന് എഴുതി വരുമ്പോൾ സീക്വൻസ് എസ് എൻ എന്ന് പറയുന്നത് 1, 1/2, 1/3 എക്സെട്ര അങ്ങനെ പോണു. അപ്പോൾ നമ്മളിത് കോഷി ആണോ നോക്കുക. ഇത് കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് കോഷി ആണോ നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ എസ് എൻ പ്ലസ് പി എന്താണെന്ന് നോക്കി. എസ് എൻ പ്ലസ് പി എന്താണ്? 1/n plus p. Sn is 1/n, so Sn plus p is 1/n plus p. So we consider Sn plus p minus Sn. That means 1/n plus p minus 1/n. Okay. So this is equal to n plus n minus n plus p divided by n into n plus p. That is p divided by n into n plus p. മോഡുലസ് ഉണ്ട്. മോഡുലസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ആസ് യൂഷ്വൽ ഒരു എപ്സിലോൺ എടുക്കും അല്ലേ. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 given, and then we consider the distance between the terms of the sequence Sn plus p minus Sn. We get this. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന എപ്പോഴാണ് നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണമെങ്കിൽ പി എന്നുള്ള നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് കളയാം. കാരണം പി എന്താണ്? പി is greater than or equal to 1. So here let p greater than or equal to 1 ആണെന്ന് വിചാരിക്കുക. So I take for p greater than or equal to 1 consider Sn plus p minus Sn. So we will get this. p എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ് 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ p by something, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 1 അല്ലേ. പിയുടെ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ 1 ആണ്. So 1/n. 1/n plus p എന്ന് പറയുന്നത് എന്താണെങ്കിലും 1/n-നേക്കാളും ചെറുതാണ്. വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ എഴുതിയിട്ട് എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ പിയുടെ വാല്യൂ 1/n, p എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ p by n plus p എന്ന് പറയുന്നത്, n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. p by n plus p എന്ന് പറയുന്ന നമ്പർ എന്താണെങ്കിലും ഡിനോമിനേറ്റർ ആണ് വലുത്. ന്യൂമറേറ്ററിനേക്കാളും വലുതാണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ വലുത്, ന്യൂമറേറ്റർ ചെറുത് വരുമ്പോഴത്തേക്കും ഈ നമ്പർ എന്താ വരും? ഡിനോമിനേറ്റർ വലുതല്ലേ. അപ്പോൾ ക്ലിയർലി യു ക്യാൻ റൈറ്റ് എന്താ കാര്യം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതാൻ പറ്റുന്ന എന്താ കാര്യം? p-നേക്കാളും വലുതാണ് n plus p. So that I can write p by n plus p is less than or equal to 1. So p by n plus p എന്ന് പറയുന്നത് less than or equal to 1 ആയതുകൊണ്ട് this 1/n into p by n plus p എന്ന് പറയുന്നത് less than or equal to 1/n into 1 എന്ന് എഴുതാം. Okay. So I can write this is less than or equal to 1/n into 1, that is 1/n. And we have to make this less than epsilon. This is less than epsilon whenever if like for all n greater than or equal to 1 by epsilon. So we need a positive integer m such that this inequality holds for all n greater than or equal to m. So choose a positive integer m such that it is greater than 1 by epsilon. So greater than or equal to അല്ല, greater than 1 by epsilon ട്ടോ. 1/n strictly less than epsilon ആവണല്ലോ. So choose a positive integer m such that m is greater than 1 by epsilon. Then we can say that by the above inequality modulus Sn plus p minus Sn is less than epsilon for all n greater than or equal to m and for all p greater than or equal to 1. That is sequence Sn, sequence 1/n is Cauchy. And after proving Cauchy criterion for convergence of a real sequence, this condition Cauchy എന്നുള്ളത് വെച്ചിട്ട് it is enough to conclude that the sequence is convergent. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. Cauchy implies convergence എന്നുള്ളത് അതുകൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ Cauchy ആണെന്ന് പ്രൂവ് ചെയ്താൽ we can conclude that it is convergent.
വേറൊരു എക്സാമ്പിൾ നോക്കാം. സീക്വൻസ് എസ് ഇസ് ഈക്വൽ ടു -1/n. ഈ സീക്വൻസ് കോഷി ആണോ അല്ലയോ എന്ന് നോക്കണം. അപ്പോൾ വാട്ട് വിൽ വി ഡു? വി ക്യാൻ ടേക്ക് ദിസ് ഇസ് പ്ലസ് ഓർ -1. Sn plus p എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഓൾസോ plus or -1, m-1 raised to n plus p. So if we take modulus of the distance between Sn plus p and Sn, that is -1 raised to n plus p and -1 raised to n, what will happen? ഒന്നെങ്കിൽ ഇത് 1 അല്ലെങ്കിൽ -1 കിട്ടും. ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഇത് ഒന്നെങ്കിൽ 0 വരും, അതല്ലെങ്കിൽ -1ഉം -1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ you will get 2 ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ you can take this -1 raised to n outside. -1 raised to n outside എടുത്തു കഴിഞ്ഞാൽ this is actually 1 minus -1 raised to p. And if we take the modulus, this is nothing but -1 raised to p -1. അപ്പോൾ ഇത് പിയുടെ വാല്യൂ അനുസരിച്ചിട്ട് പല വാല്യൂ വരും, 2 വാല്യൂ വരും. ഒന്നെങ്കിൽ പി ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ you will get 0 if p is even, and you will get -1 -1 is equal to -2. The modulus is 2 if p is odd. Okay. So ഇത് 10 to 0 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. This is actually ഈ sequence as p varies you will get 2 0 2 0 2 0 etc. It is not converging to 0, so it is not Cauchy. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ലെസ് ദാൻ എപ്സിലോൺ അല്ല എന്ന് എഴുതാം? സോ ടേക്ക് എൻ എപ്സിലോൺ. അപ്പോൾ ഇതിന്റെ വാല്യൂ ലെറ്റ് എപ്സിലോൺ ടേക്ക് എൻ എപ്സിലോൺ greater than 0 be given. Consider modulus of Sn plus p minus Sn for p greater than or equal to 1. Consider modulus of Sn plus p minus Sn. So we will get this, and this is 0 and 2 if p is odd or even. So I can say if we take a number ഇത് ലെസ് ദാൻ എപ്സിലോൺ എഴുതണമെങ്കിൽ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അതർവൈസ് യു കനോട്ട് റൈറ്റ് ദിസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? അപ്പോൾ ഇത് this is not less than epsilon if you take not less than epsilon. If we take epsilon less than 2, അപ്പോൾ ഞാനിവിടെ എപ്സിലോൺ എടുത്തിരിക്കുന്നത് 2നേക്കാളും ചെറിയൊരു എപ്സിലോൺ ആണ് എടുക്കണമെങ്കിൽ ഇത് ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഓഫ് പിക്ക് that difference becomes 2. So consider epsilon equal to 1.5. No, consider any positive epsilon less than 2. So consider positive epsilon. Let epsilon be a positive number such that epsilon is less than 2. Then 0 less than epsilon less than 2 ആയിട്ടുള്ള ഒരു എപ്സിലോൺ എടുക്കുകയാണ്. Then this is not less than epsilon for all odd p, for all odd values of p. So we cannot write this is less than epsilon after a stage അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. So this is not Cauchy.